വെൽക്കം ബാക്ക് ടു സൈലം SSC RRB. അപ്പോൾ നിങ്ങൾ ഓൾറെഡി തമ്മിൽ കണ്ടതുപോലെ തന്നെ നമ്മുടെ RRB ഗ്രൂപ്പ് ഡി എക്സാമിന്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോവാണ്. വളരെ പ്രധാനപ്പെട്ട ഇന്ത്യൻ ജോഗ്രഫിയിൽ തന്നെ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ് കേട്ടോ. ഇന്ത്യൻ ജോഗ്രഫിന്ന് വേൾഡ് ജോഗ്രഫിയുടെ GK-യിൽ തന്നെ ജോഗ്രഫിയുടെ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ മാക്സിമം ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിട്ട് ഫീൽ ചെയ്യുകയാണെങ്കിൽ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക, നിങ്ങളുടെ ഗ്രൂപ്പിലേക്ക് ഷെയർ ചെയ്യുക. ഇനി ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ വെച്ച് റിലേറ്റഡ് ഫാക്ട്സ് ഒക്കെ പഠിച്ചുകൊണ്ട് അടിപൊളിയായിട്ട് വരുന്ന എക്സാമിന് പ്രിപ്പയർ ചെയ്ത് നിങ്ങളുടെ ഒരു സ്വപ്ന ജോലിയൊക്കെ ക്രാക്ക് ചെയ്യാൻ മാക്സിമം ട്രൈ ചെയ്യട്ടോ. അപ്പൊ ദേ നമ്മുടെ ആദ്യത്തെ ചോദ്യത്തിലേക്ക് പോവാണ്. മറ്റൊന്നുമല്ല, ഹിമാലയാസുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചോദ്യമാണ്. നിങ്ങൾക്കറിയാം ഇന്ത്യൻ ജോഗ്രഫി, ഫിസിക്കൽ ജോഗ്രഫി എന്ന് പറയുമ്പോഴത്തേക്ക് ഹിമാലയാസ്, ഡ്രെയിനേജ് സിസ്റ്റം ആൻഡ് അഗ്രികൾച്ചർ പോലെയുള്ള ടോപ്പിക്കുകൾ, സോയിൽ പോലെയുള്ള ടോപ്പിക്കുകൾ എത്രത്തോളം ഇമ്പോർട്ടന്റ് ആണെന്ന് നിങ്ങൾക്കറിയാം. അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് ഫിസിക്കൽ ഫീച്ചേഴ്സ്, അതിൽ തന്നെ ഹിമാലയാസ്. അപ്പം ഹിമാലയാസ് എന്നുള്ളൊരു ചോദ്യമാണ്. The outermost range of the Himalayas is the Shivalik, which ranges between 900 and 1100 meters in height and lies in width between dash. അതായത് നമ്മുടെ ശിവാലിക്കിന്റെ വിഡ്ത്താണ് സിമ്പിൾ ആയിട്ട് ചോദിച്ചിട്ടുള്ളത്. അതായത് നമുക്കറിയാം ഹിമാലയാസ് എന്ന് പറയുമ്പോഴത്തേക്ക് 3 ഡിവിഷനുകൾ നോർത്തിൽ നിന്നും സൗത്തിലേക്ക് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. നമുക്കറിയാലോ, ഹിമാദ്രി, ഹിമാചൽ, ശിവാലിക്. അതിലെ ഏറ്റവും അവസാനം താഴെ കിടക്കുന്ന ഹിമാലയത്തിന്റെ ഫുട് ഹിൽസ് ഒക്കെ നമുക്ക് കാണാൻ സാധിക്കുന്ന ശിവാലിക്കിന്റെ വിഡ്ത്താണ്. ഹൈറ്റ് ഇവിടെ ഓൾറെഡി തന്നിട്ടുണ്ട്. ഏകദേശം 900 മുതൽ 1100 മീറ്റർ വരെ ഇതിന് ഹൈറ്റ് വരുന്നുണ്ട്. അതായത് നമുക്കറിയാം കൂട്ടത്തിൽ ഏറ്റവും ഹൈറ്റ് കുറഞ്ഞവരാണ് അല്ലെങ്കിൽ കുറഞ്ഞയാളാണ് ശിവാലിക് എന്ന് പറയുന്നത്. ഔട്ടർ ഹിമാലയ എന്നറിയപ്പെടുന്നുണ്ട്. അപ്പം ഇതിന്റെ വിഡ്ത്താണ് നമ്മൾ എന്ത് ചെയ്യണത്, ഓർത്തിരിക്കേണ്ടത്. അതിന്റെ മുന്നേ ഹിമാലയാസ് കുറച്ചൊന്ന് ബ്രീഫായിട്ട് അതിന്റെ ഇൻട്രൊഡക്ഷൻ നമുക്കൊന്ന് നോക്കാം. ലൈക്ക് ഹിമാലയാസിൽ നമ്മൾ ഏറ്റവും കൂടുതലായിട്ട് ഓർത്തു വെക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഹിമാലയാസ് എന്തായിരുന്നു. ഹിമാലയാസ് എന്ന് പറയുന്ന 2 പ്ലേറ്റുകൾ കൂട്ടിയിടിച്ച സമയത്ത് ഫോം ചെയ്തിട്ടുള്ള ഒരു കൺവേർജൻ ബൗണ്ടറിക്ക് എക്സാമ്പിൾ ആണ്. ഏതൊക്കെയായിരുന്നു 2 പ്ലേറ്റുകൾ എന്ന് പറയുന്നത്? ഇന്ത്യ പ്ലേറ്റും യൂറേഷ്യ പ്ലേറ്റും കൂട്ടിയിടിക്കുന്ന സമയത്ത് ഉണ്ടായിട്ടുള്ള കൺവേർജൻ ബൗണ്ടറി ആയിരുന്നു ഹിമാലയാസ് എന്ന് പറയുന്നത് അല്ലേ. ഏകദേശം 50 മില്യൺ വർഷങ്ങൾക്ക് മുന്നേ ഫോം ചെയ്തിട്ടുള്ള യങ് ആയിട്ടുള്ള ഫോൾഡ് മൗണ്ടെയിൻ റേഞ്ചസ് ആണ് ഹിമാലയ. ഇതൊക്കെ നമ്മൾ പഠിച്ചതാണ്. ഹിമത്തിന്റെ ആലയ, ഹിമം പ്ലസ് ആലയ, ആ ഒരു മീനിങ് ആണ് ഹിമാലയക്ക് വരുന്നത് അല്ലേ. ഇനി ഹിമാലയ എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്കറിയാം പാകിസ്ഥാനില് നങ്കാ പർവ്വത് മുതൽ ഇവിടം വരെ സ്ട്രെച്ച് ചെയ്ത് കിടക്കുന്നു. അരുണാചൽ പ്രദേശിൽ അതിന്റെ ഈസ്റ്റേൺ മോസ്റ്റ് ആയിട്ടുള്ള നങ്കാ പർവ്വത് മുതൽ നംചാബർ വരെ, ഈസ്റ്റിൽ നംചാബർ വരെ ഏകദേശം 2400 കിലോമീറ്ററോളം എന്ത് ചെയ്യുന്നുണ്ട്, സ്ട്രെച്ച് ചെയ്ത് കിടക്കുന്നുണ്ട്. ഇനി ഹിമാലയാസിന്റെ വിഡ്ത്ത് നമ്മൾ എടുത്തെടുത്ത് എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്. ഇത് അതിന്റെ ഈസ്റ്റേൺ ഹാഫിലേക്കും വെസ്റ്റേൺ ഹാഫിലേക്കും പോകുമ്പോഴത്തേക്ക് ഹിമാലയന്റെ വിഡ്ത്തിൽ നല്ല ഡിഫറൻസ് വരുന്നുണ്ട്. ഇനി കാശ്മീരൊക്കെ ആവുമ്പോഴത്തേക്ക് ഹിമാലയയുടെ വിഡ്ത്ത് 400 കിലോമീറ്റർ ആണ്. അപ്രോക്സിമേറ്റ്ലി 400 കിലോമീറ്റേഴ്സ് ആണ്. കൂടുതലാണ് വിഡ്ത്ത് ഇവിടെ. പക്ഷേ ഇങ്ങ് അരുണാചൽ പ്രദേശിലേക്ക് വരുമ്പോഴത്തേക്ക് ഇതിന്റെ വീതി കുറഞ്ഞു വരുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും അല്ലേ. ഇത്രയുള്ള ഒരു വിഡ്ത്ത് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കില്ല. എത്രയായിട്ട് കുറയുന്നുണ്ട്? ഏകദേശം 150 കിലോമീറ്റേഴ്സ് ആയിട്ട് കുറയുന്നുണ്ട്. അതായത് വെസ്റ്റില് ഇങ്ങോട്ടേക്ക് കാശ്മീർ ഏരിയയിലേക്ക് വിഡ്ത്ത് കൂടുതലാണ്, ഈസ്റ്റിലേക്ക് വരുമ്പോഴത്തേക്ക് വിഡ്ത്ത് കുറവാണ്. ഓക്കെ. ഇനി അത് മാത്രമല്ല ഹിമാലയാസിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. ഹിമാലയ എന്ന് പറയുന്ന ഫോൾഡ് മൗണ്ടെയിൻസിന് എക്സാമ്പിൾ ആണ്. ഞാൻ പറഞ്ഞല്ലോ, യങ് ആയിട്ടുള്ള ഫിസിക്കൽ ഫീച്ചർ ആണ്. ഇന്ത്യയിൽ ഓൾഡസ്റ്റ് ഫിസിക്കൽ ഫീച്ചർ അല്ല, ഓൾഡസ്റ്റ് ലാൻഡ് മാസ് ഏതായിരുന്നു? ഓൾഡസ്റ്റ് ലാൻഡ് മാസ് എന്ന് പറയുന്നത് പെനിൻസുല പ്ലാറ്റോ ആയിരുന്നു. അപ്പൊ പെനിൻസുല പ്ലാറ്റോ എന്ന് പറയുന്നത് ഇന്ത്യ പ്ലേറ്റിന്റെ ഒക്കെ ഓൾറെഡി ഉള്ള പാർട്ടായിരുന്നു. അതിനുശേഷം ഈ പ്ലേറ്റുകൾ കൂട്ടിയിടിച്ചതിന് ശേഷമാണ് എന്ത് ചെയ്യുന്നത്, ഹിമാലയാസ് ഫോം ചെയ്യുന്നത്. അതായത് വെറും 50 മില്യൺ, ജിയോളജിക്കലി നമ്മൾ പറയുമ്പോഴത്തേക്ക് വളരെ യങ് ആയിട്ടുള്ള ഒരു ഫിസിക്കൽ ഫീച്ചർ ആണ് നമ്മുടെ ഇന്ത്യയിലെ ഹിമാലയാസ് എന്ന് പറയുന്നത്. ഇനി ഈ ഹിമാലയാസിനെ പറ്റി പഠിക്കുന്നതിന്റെ മുന്നേ നമ്മൾ ട്രാൻസ് ഹിമാലയത്തെ പറ്റി നിർബന്ധമായിട്ടും പഠിക്കണം. നമ്മൾ ഓൾറെഡി യൂട്യൂബിലൊക്കെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് ഹിമാലയാസിനെ പറ്റി. ആ ഒരു വീഡിയോയിലൊക്കെ ഡീറ്റെയിൽ ആയിട്ട് അതിന്റെ വിഷ്വൽസ് ഒക്കെ വെച്ചിട്ട് ഹിമാലയാസ് ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. വേണമെങ്കിൽ എടുത്ത് നോക്കാം. അപ്പൊ ട്രാൻസ് ഹിമാലയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഹിമാലയത്തിന്റെ പാർട്ടാണോ? അല്ല. ട്രാൻസ് ഹിമാലയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹിമാലയത്തിന്റെ അപ്പുറം, ഹിമാലയത്തിന്റെ ഭാഗമേ അല്ല, ഹിമാലയത്തിന്റെ അപ്പുറത്താണ്. അതായത് നമുക്കറിയാം, ദേ ഇവിടെ നങ്കാ പർവ്വത് മുതൽ ഇങ്ങ് നംചാ പർവ്വത് വരെ ഹിമാലയ
സ്റ്റാർട്ട് ചെയ്യുന്നു. അതിന് തൊട്ട് നോർത്തായിട്ട്, അതിന് പാരലായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് ഈ ട്രാൻസ് ഹിമാലയ എന്ന് പറയുന്ന ഭാഗം. ആ ട്രാൻസ് ഹിമാലയാസിൽ വരുന്ന കാരക്കോറം റേഞ്ച്, ലഡാക്ക് റേഞ്ച്, സാൻസ്കർ റേഞ്ച് ഓർത്തു വെക്കുക. കാരക്കോറമാണ് ഏറ്റവും നോർത്തിലായിട്ട് വരുന്നത്. കാരക്കോറം റേഞ്ച് കഴിഞ്ഞാൽ ലഡാക്ക് റേഞ്ച് വരുന്നുണ്ട്. ലഡാക്ക് റേഞ്ച് കഴിഞ്ഞ് സാൻസ്കർ റേഞ്ച് വരുന്നുണ്ട്. അപ്പം ഈ സാൻസ്കർ റേഞ്ചിന് തൊട്ട് താഴെയായിട്ട്, തൊട്ട് സൗത്ത് ആയിട്ടാണ് നമുക്ക് ആര് സ്റ്റാർട്ട് ചെയ്യുന്നത് കാണാൻ സാധിക്കുക? നമ്മുടെ ഹിമാലയാസ് സ്റ്റാർട്ട് ചെയ്യുന്നത് കാണാൻ സാധിക്കും കേട്ടോ. അപ്പോൾ ട്രാൻസ് ഹിമാലയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹിമാലയത്തിന്റെ പാർട്ടല്ല, ഹിമാലയത്തിന്റെ അപ്പുറത്തുള്ള മീനിങ് ആണ് ബിയോണ്ട് ദി ഹിമാലയ കേട്ടോ. ഇവിടെ ആയിട്ടാണ് നമ്മുടെ K2, മൗണ്ട് K2 കേട്ടിട്ടുണ്ടോ? മൗണ്ട് ഗോഡ്വിൻ ഓസ്റ്റൻ എന്നൊക്കെ അറിയപ്പെടുന്ന മൗണ്ട് K2 ഇവിടെ ആയിട്ടാണ്, കാരക്കോറം റേഞ്ചിലാണ്. സിയാച്ചിൻ ഗ്ലേഷ്യർ പോലെയുള്ള കാര്യങ്ങൾ, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റുകൾ നിങ്ങൾ ഇവിടെ ഓർത്തു വെക്കണം കേട്ടോ. അതിൻ്റെ കൂടെ ഹിമാലയത്തിൽ പിന്നീട് അങ്ങോട്ടേക്ക് ട്രാൻസ് ഹിമാലയ കഴിഞ്ഞാൽ നങ്കാ പർവ്വതം മുതൽ നംചാ പർവ്വതം വരെ 2400 കിലോമീറ്ററോളം ഹിമാലയാസ് സ്റ്റാർട്ട് ചെയ്യുന്നു. ആ ഹിമാലയാസിന് തന്നെ നമ്മൾ നോർത്തിൽ നിന്നും സൗത്തിലേക്ക് ദേ ഇവിടെ മുകളിൽ നിന്നും താഴോട്ടേക്ക് ദേ ഇങ്ങനെ 3 കഷ്ണങ്ങളാക്കിയിട്ടുണ്ട്, അതായത് 3 ഡിവിഷനുകളാക്കിയിട്ടുണ്ട്. ഏതൊക്കെയാണ് ആ 3 ഡിവിഷൻ? ഹിമാദ്രി, ഹിമാചൽ, ശിവാലിക്. ഹിമാദ്രി, ഹിമാചൽ, ശിവാലിക്. ഏറ്റവും മുകളിൽ, അതായത് ഏറ്റവും നോർത്തിലായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഹിമാദ്രിയാണ്. ഹിമാദ്രി കഴിഞ്ഞാൽ ഹിമാചലാണ്, അതായത് നടുവിലായിട്ട് ഹിമാചൽ വരുന്നു. ഹിമാചലും കഴിഞ്ഞ് ഏറ്റവും മടിയിലാണ് ശിവാലിക്. അപ്പം ഏറ്റവും ആദ്യം നമ്മൾ സദേൺ മോസ്റ്റ് ആയിട്ട് കാണാൻ സാധിക്കുന്ന ഈ യെല്ലോ കളർ കണ്ടോ, യെല്ലോ കളറിൽ കാണാൻ സാധിക്കുന്നതാണ് ഹിമാദ്രി. ഹിമാദ്രി എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ എടുത്തെടുത്ത് എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, ഏറ്റവും ഉയരം കൂടിയ ഹിമാലയൻ ഡിവിഷനാണ് ഹിമാദ്രി. ഏറ്റവും ഉയരം കൂടിയ പർവ്വതങ്ങൾ അല്ലെ, ഈ പീക്കുകൾ ലൈക്ക് മൗണ്ട് എവറസ്റ്റ്, കാഞ്ചൻജംഗ, നങ്കാ പർവ്വതം, ഇതൊക്കെ എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഹിമാദ്രിയിലാണ്. ഹിമാദ്രി, അതിനെ നമ്മൾ ഗ്രേറ്റർ ഹിമാലയ എന്ന് വിളിക്കുന്നുണ്ട്. ഓക്കെ, ഗ്രേറ്റർ ഹിമാലയ അല്ലെങ്കിൽ ഹിമാദ്രി ഏറ്റവും ഉയരം കൂടിയതാണ്. അതായത് ഏകദേശം 6000 മീറ്റർ അതിലധികം ഉയരം ആർക്ക് വരുന്നുണ്ട്? ഹിമാദ്രിക്ക് വരുന്നുണ്ട് കേട്ടോ. ഓക്കെ, ഇനി അതേപോലെ ഹിമാദ്രി കഴിഞ്ഞ് തൊട്ട് താഴെയായിട്ട് ഈ ഒരു ബ്ലൂ കളറിന് കാണാൻ സാധിക്കുന്നുണ്ടോ? ഏറ്റവും നടുവിലായിട്ട് കാണാൻ പറ്റുന്ന ഒരു ഡിവിഷനാണ് ഹിമാദ്രിയുടെയും ശിവാലിക്കിന്റെയും ഇടയിലായിട്ട് വരുന്ന ഡിവിഷനാണ് ഹിമാചൽ. ഇതിനെ നമ്മൾ എന്ത് വിളിക്കുന്നുണ്ട്? ലെസ്സർ ഹിമാലയ എന്ന് വിളിക്കുന്നുണ്ട്. ഗ്രേറ്റർ ഹിമാലയ കഴിഞ്ഞ് തൊട്ട് താഴെ ലെസ്സർ ഹിമാലയ, അല്ലെങ്കിൽ ഇറ്റ്സ് ഓൾസോ നോൺ ആസ് മിഡിൽ ഹിമാലയാസ്. എന്തുകൊണ്ടാ? ശിവാലിക്കിന്റെയും ഹിമാദ്രിയുടെയും ഇടയിലായതുകൊണ്ട് മിഡിൽ ഹിമാലയാസ് എന്ന് വിളിക്കുന്നു. ഹിമാദ്രിയുടെ അത്രത്തോളം ഹൈറ്റ് ആർക്കില്ല? ഹിമാചലിനില്ല. അതായത് 6000 മീറ്റർ ഹൈറ്റ് ഒന്നും ആരും പോകുന്നില്ല, ഹിമാചൽ പോകുന്നില്ല. ഏകദേശം ഒരു 3500 മുതൽ 5000 മീറ്റർ മാത്രമേ, ഇത്രത്തോളം മാത്രമേ ഉയരം മാക്സിമം എന്ത് ചെയ്യുന്നുള്ളൂ? ഹിമാചലിന് വരുന്നുള്ളൂ. ഹിമാചലിനെ സംബന്ധിച്ച് ഇവിടെ ഉയരം കൂടിയ പീക്കുകളൊന്നല്ല. ഇവിടുത്തെ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് ഇവിടുത്തെ ഹിൽ സ്റ്റേഷനുകളാണ്. ഇത് എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. ഷിംല നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. യെസ്, അതേപോലെ തന്നെ നൈനിറ്റൽ, ഡാർജിലിംഗ്, മണാലി, മസൂരി, ഇതൊക്കെ എവിടെയാ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹിമാദ്രിക്ക് തൊട്ട് താഴെയായിട്ട് കിടക്കുന്ന രണ്ടാമത്തെ ലെയർ ആയിട്ടുള്ള ലെസ്സർ ഹിമാലയാസ് എന്നറിയപ്പെടുന്ന ഹിമാചലിന്റെ ഭാഗമാണ്. അത് കഴിഞ്ഞ് ഹിമാചലും കഴിഞ്ഞ് ഏറ്റവും താഴെയായിട്ട് നമ്മളെ ശിവന്റെ 3 വര എന്നൊക്കെ പറയില്ലേ, ഭസ്മം പോലെ. അപ്പം ഈ 3ാമത്തെ വര ഏറ്റവും അടിയിൽ ശിവാലിക് നമുക്ക് കാണാൻ സാധിക്കും. ശിവാലിക് എന്ന് പറയുമ്പോഴത്തേക്ക് അതിന് ഔട്ടർ ഹിമാലയാസ് എന്ന് വിളിക്കുന്നുണ്ട്. ശിവാലിക്കിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഉയരം കൊണ്ടും അല്ലെ, അതേപോലെ തന്നെ വിട്ട് കൊണ്ടും എല്ലാം കൊണ്ടും ചെറുതാണ് കമ്പയറിംഗ് ടു അതർ 2 ഡിവിഷൻസ്. ശിവാലിക് എന്ന് പറയുന്നത് കേട്ടോ, ഹിമാദ്രിയുടെ അത്രത്തോളം ഹൈറ്റോ ഹിമാചലിന്റെ അത്രത്തോളം ഹൈറ്റോ വിട്ടോ ആർക്കും വരുന്നില്ല, ശിവാലിക്കിന് വരുന്നില്ല. ഹിമാലയസിന്റെ ഏറ്റവും അവസാനം സദേൺ മോസ്റ്റ് ആയിട്ട് നമുക്ക് കാണാൻ സാധിക്കുക ശിവാലിക്കാണ്, ഏറ്റവും താഴെയായിട്ട്. അതായത് ഏകദേശം ഒരു 900 മുതൽ 1100 മീറ്റർ വരെ ഹൈറ്റ് എങ്കിൽ ഇതിന്റെ ചോദ്യം, നമ്മുടെ ചോദ്യം എന്തായിരുന്നു? ഇതിന്റെ വിഡ്ത് എത്രയായിരിക്കും അല്ലേ? 10 മുതൽ വെറും 50 കിലോമീറ്റർ വരെയാണ് ഇതിന്റെ വിഡ്ത് എന്ന് പറയുന്നത്. ഭയങ്കര നാരോ ആയിട്ടുള്ള വിഡ്ത്, ചെറുതാണ്, കാണാൻ തന്നെ സാധിക്കും. ഏറ്റവും അടിയിൽ എന്ന് പറയുമ്പോഴത്തേക്ക് ഇവിടെ ചെറിയൊരു ഫൂട്ട് ഹിൽസ് എന്ന് പറയുമ്പോഴത്തേക്ക് ഹിമാലയയുടെ ഏറ്റവും ഉയരം കുറഞ്ഞ ഭാഗം അല്ലേ, ഈ പറഞ്ഞതുപോലെ എർത്ത്ക്വേക്കും ഫ്ലഡും അതൊക്കെ ഒരുപാട് ബാധിക്കുന്ന, ജിയോളജിക്കലി ഒട്ടും സ്റ്റേബിൾ അല്ലാത്ത ഒരു ഏരിയ ആണ് ഈ പറഞ്ഞ ശിവാലിക് റീജിയൻ എന്ന് പറയുന്നത്.
ശിവാലിക്കിന്റെ ഹൈറ്റ് ആൻഡ് വിഡ്ത്ത് നോട്ട് ചെയ്ത് വെച്ചോളൂ. അതിന്റെ കൂടെ തന്നെ മേ ബി നിങ്ങളെടുത്ത് അടുത്ത എക്സാമിന് ഗ്രൂപ്പ് ഡിക്ക് ചോദിക്കാൻ പോകുന്നത് ഹിമാദ്രിയുടെ ഹൈറ്റും ഒക്കെ ആയിരിക്കാം, അല്ലെങ്കിൽ വിഡ്ത്തും ഒക്കെ ആയിരിക്കാം, അല്ലെങ്കിൽ ഹിമാചലിന്റെ സ്പെഷ്യാലിറ്റീസ് ആയിരിക്കാം. അപ്പം റിലേറ്റഡ് ഫാക്ട്സ് നോക്കി വെച്ചോളൂ. അപ്പം ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാം. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ് ഈ പറഞ്ഞത്, അതായത് ഹിമാലയൻ ഡിവിഷൻസ് എന്ന് പറയുന്നത്. ഹിമാലയാസിന്റെ ഡിവിഷൻസ് കഴിഞ്ഞു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല, ഇത് നമ്മൾ ജസ്റ്റ് നോർത്തിൽ നിന്നും സൗത്തിലേക്കുള്ള ഡിവിഷൻ പറഞ്ഞ്. ഇനി ലോഞ്ചിറ്റ്യൂഡിനൽ ഡിവിഷൻസ് വരുന്നുണ്ട്. അതായത് ഹിമാലയാസിനെ എഗെയിൻ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ദേ ഇങ്ങനെ താഴേക്ക് ഡിവൈഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതിലൊരു ചോദ്യമായിരുന്നു, the part of the Himalayas lying between Satluj and Kali rivers are known as, അതായത് കാളി റിവറിന്റെയും സത്ലജിന്റെയും ഇടയിൽ വരുന്ന ഹിമാലയത്തിനെ എന്ത് പേരിൽ വിളിക്കും? 2022 3 വർഷം മുന്നേ ചോദിച്ചൊരു ചോദ്യമാണ്. നോക്കൂ, നമ്മുടെ ഹിമാലയാസ് ലോഞ്ചിറ്റ്യൂഡിനിൽ നമുക്ക് ഡിവൈഡ് ചെയ്തിരിക്കുന്ന കാണാൻ സാധിക്കും. അതായത് പഞ്ചാബ് ഹിമാലയ എന്ന പേരില്, കുമാവോൺ ഹിമാലയ എന്ന പേരില്, നേപ്പാൾ ഹിമാലയ, അസം ഹിമാലയ എന്ന പേരില് പല നദികളുടെ ഇടയിലായിട്ട് വരുന്നത് കൊണ്ട് നമുക്ക് ലോഞ്ചിറ്റ്യൂഡിനൽ ഡിവിഷൻ കൂടെ ഹിമാലയാസിനുണ്ടെന്ന് ഓർത്തു വെക്കണേ. അപ്പം ഏറ്റവും ആദ്യം ഇൻഡസ് നദി ഇവിടെ ഒഴുകുന്നതായിട്ട് കാണാൻ സാധിക്കും. ഇൻഡസിന്റെയും സത്ലജിന്റെയും ഇടയിൽ പഞ്ചാബ് ഹിമാലയാണ്. നമ്മൾ പഞ്ചാബ് SI എന്ന് പറഞ്ഞ കോഡൊക്കെ പഠിച്ചിട്ടുണ്ടായല്ലേ. അതേപോലെ സത്ലജിന്റെയും കാളിന്റെയും റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ള, ഇവൻ ഗ്രൂപ്പ് ഡിക്ക് മാത്രമല്ല NTPC എക്സാമിനും SSC എക്സാമിനൊക്കെ റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ച് കണ്ടിട്ടുള്ള ഒരു ഏരിയ ആണ് ഈ പറയുന്ന ലോഞ്ചിറ്റ്യൂഡിനൽ ഡിവിഷൻസ് ഓഫ് ഹിമാലയ എന്ന് പറയുന്നത്. അതിൽ സത്ലജിന്റെയും കാളിയുടെയും ഇടയിലായിട്ട് വരുന്നത് കുമാവുൺ ഹിമാലയ ആണ്. അപ്പൊ നമ്മുടെ ആൻസർ എന്താ? നമ്മുടെ ചോദ്യം എന്തായിരുന്നു? യെസ്, സത്ലജിന്റെയും കാളിയുടെയും ഏതായിരിക്കും? കുമാവുൺ ഹിമാലയ. ഓപ്ഷൻ സി അല്ലേ റൈറ്റ് ആൻസർ? യെസ്, ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ. അപ്പൊ ബാക്കിയുള്ള കാര്യങ്ങളൂടെ ഓർത്തു വെച്ചോളൂ. അത് കഴിഞ്ഞ് പിന്നെ വരുന്ന നദി ഏതാണ്? കാളി ആൻഡ് ടീസ്റ്റ. ഇതും എക്സാമിന് ചോദിച്ചിട്ടുണ്ടായി കേട്ടോ. NTPCക്ക് എന്തോ ചോദിച്ചിട്ടുണ്ടായി, ഗ്രൂപ്പ് ടിക്ക് മേ ബി ചോദിക്കാം. ഓക്കെ, യെസ്, നേപ്പാൾ ഹിമാലയ. ഇനി ടീസ്റ്റ കഴിഞ്ഞ് ടീസ്റ്റയ്ക്കും ദിഹാങ് റിവറിനും ഇടയിലായിട്ട് പിന്നീട് വരും നമുക്ക് സിക്കിം ഹിമാലയ, അസം ഹിമാലയ പോലെയുള്ള ഹിമാലയൻ ഡിവിഷൻ ആണ്. ഓക്കെ, ഇതാണ് നമ്മുടെ ഹിമാലയാസിന്റെ നോർത്ത് ടു സൗത്ത് ഡിവിഷനും അതേപോലെ തന്നെ ലോഞ്ചിറ്റ്യൂഡിനൽ ഡിവിഷൻ എന്ന് പറയുന്നത് കേട്ടോ. ഹിമാദ്രി, ഹിമാചൽ, ശിവാലിക്, അത് കഴിഞ്ഞ് പഞ്ചാബ് ഹിമാലയ, നേപ്പാൾ ഹിമാലയ, ദെൻ അസം ഹിമാലയ. മറ്റൊരു ചോദ്യം കൂടെ ഈ ഒരു ഏരിയയിൽ നിന്ന് ചോദിച്ചിട്ടുണ്ട്. The hills of the northeast are called. ഹിൽസ് ഓഫ് ദി നോർത്ത് ഈസ്റ്റ്. നമുക്കറിയാം നോർത്ത് ഈസ്റ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ പഠിച്ചിട്ടുണ്ടായി നംചാ ബർവയൊക്കെ ഇല്ലേ. ഈ നംചാ ബർവ വരെ ഹിമാലയാസ് ഉണ്ട്. അപ്പം നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റ്സ് ഹിമാലയാസിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണെന്ന് നമുക്കറിയാം. ഈ നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റ്സിന് ഒരു പ്രത്യേകതയുണ്ട്. ഇവർ നമ്മുടെ ആക്ട് ഈസ്റ്റ് പോളിസി കേട്ടിട്ടുണ്ടോ? ആക്ട് ഈസ്റ്റ് പോളിസി, അതേപോലെ തന്നെ ലുക്ക് ഈസ്റ്റ് പോളിസി, ആക്ട് ഈസ്റ്റ് പോളിസി, ലുക്ക് ഈസ്റ്റ് പോളിസി, ഇതിലൊക്കെ വളരെ പ്രാധാന്യം കൊടുക്കുന്ന കുറച്ച് സംസ്ഥാനങ്ങളാണ് നമ്മുടെ നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റ്സ് ഒക്കെ വരുന്നത് ഏത് ഹിമാലയ അല്ലെങ്കിൽ ഏത് ഹിമാലയൻ ഭാഗം ആണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഹിമാദ്രി ആണോ? ശിവാലിക് ആണോ? ഹിമാദ്രി എന്ന് പറയുമ്പോഴത്തേക്ക് അതിൽ വരുന്നുണ്ട്. പക്ഷെ നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റ്സിന് സെപ്പറേറ്റ് ആയിട്ട് ഒരു ഹിമാലയൻ ഡിവിഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് അത് പൂർവാഞ്ചൽ ഹിൽസ് ആണ്. നോർത്ത് ഈസ്റ്റ് ഹിൽസ് ഓഫ് ദി നോർത്ത് ഈസ്റ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് അത് പൂർവാഞ്ചൽ ഹിൽസ് ആണ്. പൂർവാഞ്ചൽ ഹിൽസ് നമ്മൾ ഈസ്റ്റേൺ ഹിമാലയ എന്നൊക്കെ പറയാറുണ്ടല്ലേ. ഈസ്റ്റേൺ ഹിമാലയാസ് അല്ലെങ്കിൽ പൂർവാഞ്ചൽ ഹിൽസ് ആണ്. പ്രധാനമായിട്ടും അസം ആൻഡ് അരുണാചൽ പ്രദേശ് ഇവിടെ വരുന്ന പ്രധാനപ്പെട്ട ഹില്ലുകളാണ് നമ്മുടെ പൂർവാഞ്ചൽ ഹിൽസിന്റെ ഭാഗമായിട്ട് കാണാൻ സാധിക്കുക. ഓക്കെ, യെസ്. അപ്പം ഇത്രയാണ് ഹിമാലയാസിൽ നിന്ന് ചോദിച്ചിട്ടുള്ള കാര്യങ്ങൾ. കൃത്യമായിട്ട് ഓർത്തിരിക്കേണ്ടത്, മറന്നുപോയത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയ ആണ് ഹിമാലയാസ് എന്ന് പറയുന്നത്. അപ്പം നമുക്ക് അടുത്തൊരു ചോദ്യത്തിലേക്ക് പോവാം. അടുത്തൊരു ഭാഗത്തിലേക്ക് പോവാണ്. അടുത്തൊരു ചോദ്യം നോക്കാം. ഇതാണ് ചോദ്യം. Which of the following groups of major river systems form in the northern plains of India? അതായത് നമ്മൾ നോർത്തേൺ പ്ലെയിൻസ് ഫോം ചെയ്തിട്ടുള്ള റിവേഴ്സിനെ പറ്റിയാണ് ചോദിച്ചിട്ടുള്ളത്. ഏതൊക്കെ റിവേഴ്സ് ആണ് ഇത് ഫോം ചെയ്യാൻ പ്രധാനമായിട്ട് പങ്കുവഹിച്ച് നമ്മൾ പഠിച്ചതാണ്. ആൻഡ് എങ്ങനെയാണ് നോർത്തേൺ പ്ലെയിൻസ് ഫോം ചെയ്യുന്നത് നമ്മൾ പഠിച്ചതാണ് അല്ലേ. അപ്പം ഓപ്ഷൻസിൽ ഓപ്ഷൻ എ നർമ്മദ, ഗംഗ, ബ്രഹ്മപുത്ര തന്നിട്ടുണ്ട്. ഇൻഡസ് ഗംഗ, ബ്രഹ്മപുത്ര തന്നിട്ടുണ്ട്. കാവേരി, ഗംഗ, താപ്തി തന്നിട്ടുണ്ട്. ഇൻഡസ് ഗംഗ, ഗോദാവരി തന്നിട്ടുണ്ട്. നമുക്ക് നോക്കാം.
നമ്മൾ നോർത്തേൺ പ്ലെയിൻസ് പഠിച്ചിട്ടുണ്ട്. നദികൾ അലൂവിയം ഡെപ്പോസിറ്റ് ചെയ്ത് തെറ്റീസിയുള്ള ഒരു ഭാഗത്ത് നദികൾ ഒഴുകി വരുന്നു. ഹിമാലയൻ റിവേഴ്സ് ആയിട്ടുള്ള ഇൻഡസ്, ഗംഗ, ബ്രഹ്മപുത്ര ഒഴുകി വന്നിട്ട് അലൂവിയം ഡെപ്പോസിറ്റ് ചെയ്തതിന്റെ ഭാഗമായിട്ടുണ്ടായിട്ടുള്ള ഫിസിക്കൽ ഫീച്ചറാണ് നോർത്തേൺ പ്ലെയിൻസ് എന്ന് പറയുന്നത് അല്ലേ. അതായത് ഈ പറയുന്നത് പോലെ തന്നെ ഈ വെസ്റ്റ് ടു ഈസ്റ്റ് ഒരു കുഞ്ഞു ചെരിവുള്ള ഫ്ലാറ്റ് സർഫസ് ഉള്ള ഒരു ഫിസിക്കൽ ഫീച്ചറാണ് നോർത്തേൺ പ്ലെയിൻസ് എന്ന് പറയുന്നത്, ഉത്തര മഹാസമതലം. അപ്പൊ നോർത്തേൺ പ്ലെയിൻസിന്റെ ഫോർമേഷൻ എന്ന് പറയുന്നത് ഇൻഡസ്, ഗംഗ, ബ്രഹ്മപുത്ര ആൻഡ് അതിന്റെ ട്രിബ്യൂട്ടറീസ് എന്ത് ചെയ്യുന്നു, അലൂവിയം ഡെപ്പോസിറ്റ് ചെയ്യുന്നു. അതിന്റെ ഭാഗമായിട്ട് നമ്മുടെ പ്ലെയിൻസ് ഫോം ചെയ്യുന്നു. അപ്പം അതിനനുസരിച്ച് തന്നെ നമ്മുടെ നോർത്തേൺ പ്ലെയിൻസ് 3 ഡിവിഷനുകളായിട്ട് ഇങ്ങനെ ലോഞ്ചിറ്റ്യൂഡിൽ നമ്മൾ ഡിവൈഡ് ചെയ്തിട്ടുണ്ടായി. ഇവിടെ ബ്രഹ്മപുത്ര പ്ലെയിന് കാണാം. അതായത് ചെമ്പ്യൂങ്തം ഗ്ലേഷ്യറിൽ നിന്ന് ഒറിജിൻ ചെയ്ത് അസമിലേക്ക് എൻ്റർ ചെയ്യുന്ന സമയത്ത് ബ്രഹ്മപുത്ര നദിയും അതിന്റെ ട്രിബ്യൂട്ടറികളും എന്ത് ചെയ്യുന്നുണ്ട്, ഇവിടെ അലൂവിയം ഡെപ്പോസിറ്റ് ചെയ്യുന്നു. അതിന്റെ ഭാഗമായിട്ട് ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് ബ്രഹ്മപുത്ര പ്ലെയിൻ എന്ന് പറയുന്ന ഒരു ഡിവിഷൻ സെപ്പറേറ്റ് ആയിട്ട് ലോഞ്ചിറ്റ്യൂഡിനലി നോർത്തേൺ പ്ലെയിൻസിനെ കാണാൻ സാധിക്കും. ആൻഡ് ഇപ്പുറത്ത് വരുന്നതാണ് ഗംഗാ പ്ലെയിൻ. ഓക്കെ, അതായത് ഗംഗാ നദിയും ആൻഡ് അതിൻ്റെ ഇഷ്ടം പോലെ ലെഫ്റ്റ് ബാങ്കിൽ നിന്ന് ജോയിൻ ചെയ്യുന്ന റൈറ്റ് ബാങ്കിൽ നിന്ന് ജോയിൻ ചെയ്യുന്ന ട്രിബ്യൂട്ടറികളുണ്ട്. അവരെന്ത് ചെയ്യുന്നുണ്ട്, ഒഴുകി വന്നിട്ട് ഈ ഒരു ഭാഗത്തായിട്ട് വെസ്റ്റ് ബംഗാൾ വരെ നമുക്ക് എന്ത് കാണാൻ സാധിക്കും, അതിൻ്റെ ട്രിബ്യൂട്ടറികളൊക്കെ കൂടി ചേർന്ന് അലൂവിയം ഡെപ്പോസിറ്റ് ചെയ്ത് ഗംഗാ പ്ലെയിന് കാണാൻ സാധിക്കും. ഇനി ഏറ്റവും ഇപ്പുറത്ത് ഓക്കെ, അതായത് വെസ്റ്റേൺ മോസ്റ്റിലായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് പഞ്ചാബ് പ്ലെയിൻ. ഓക്കെ, പഞ്ചാബ് പ്ലെയിൻ എന്ന് പറയുമ്പോഴത്തേക്ക് ഇൻഡസ് നദിയും അതിൻ്റെ 5 പ്രധാനപ്പെട്ട ട്രിബ്യൂട്ടറികൾ ഇന്ത്യയിലൂടെ ഒഴുകുന്നുണ്ടല്ലേ. ഏതൊക്കെയായിരുന്നു? ചെലം, ചിനാബ്, രവി, ബിയാസ്, സത്ലജ്. അപ്പം ഈ നദികൾ ഇന്ത്യയിലൂടെ ഒഴുകുന്ന പ്രധാനപ്പെട്ട 5 നദികളാണ്. ഇവരെന്ത് ചെയ്യുന്നുണ്ട്, ഇന്ത്യയിലൂടെ ഒഴുകുന്ന സമയത്ത് പോകുന്ന വഴിക്ക് അലൂവിയം ഡെപ്പോസിറ്റ് ചെയ്യുന്നു. അവിടെ എന്തുണ്ടായി, യെസ്, നോർത്തേൺ പ്ലെയിൻസിന്റെ ഒരു പ്ലെയിൻ ആയിട്ട് മാറിയിട്ടുണ്ടായി. അപ്പം ഇത്തരത്തിൽ ഇൻഡസ് നദിയും അതിന്റെ ട്രിബ്യൂട്ടറികളും ഉണ്ടാക്കിയത് പഞ്ചാബ് പ്ലെയിൻ ആണ്. അത് കഴിഞ്ഞ് ഗംഗാ നദിയും അതിന്റെ ട്രിബ്യൂട്ടറീസും ഫോം ചെയ്തിട്ടുള്ളത് ഗംഗാ പ്ലെയിൻ ആണ്. ഏറ്റവും അവസാനം ഈസ്റ്റിലായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത് ബ്രഹ്മപുത്ര നദിയും അതിന്റെ ട്രിബ്യൂട്ടറീസും ഫോം ചെയ്തിട്ടുള്ള ബ്രഹ്മപുത്ര പ്ലെയിൻ. ഇത് ആ ഒരു ഡിവിഷൻ നിങ്ങൾ നിർബന്ധമായിട്ടും ഓർത്തിരിക്കട്ടെ. ഓക്കെ, ഇനി നമുക്കറിയാം ഈ നദി എന്ന് പറയുമ്പോഴത്തേക്ക് ഇൻഡസ് നദി ഇവിടെ വരുന്നുണ്ട്, ബ്രഹ്മപുത്ര ഇവിടെ വരുന്നുണ്ട്. അപ്പം ഇവിടം മുതൽ ഇവിടം വരെയാണ് നോർത്തേൺ പ്ലെയിൻസ് എക്സ്റ്റെൻഡ് ചെയ്ത് കിടക്കുന്നത്. അതായത് പഞ്ചാബ് മുതൽ വെസ്റ്റിൽ പഞ്ചാബ് മുതൽ ഈസ്റ്റിലെ അസം വരെ ഈ സംസ്ഥാനങ്ങൾ വരെയാണ് നമുക്ക് നോർത്തേൺ പ്ലെയിൻസ് കാണാൻ സാധിക്കുക. അതായത് ഏകദേശം ഒരു 2400 കിലോമീറ്ററോളം. ഇതിന്റെ വിട്ട് ഓർത്തു കിടന്നതിന്റെ വിട്ട് നോട്ട് ചെയ്ത് വെച്ചിട്ടോ, കാരണം പല ഹിമാലയൻ ഡിവിഷന്റെ ഒക്കെ വിട്ടൊക്കെ ചോദിച്ചത് കൊണ്ട് മേ ബി നമുക്ക് ഒരു ക്വസ്റ്റ്യൻ എക്സ്പെക്ട് ചെയ്യാം. ഏകദേശം 240 മുതൽ 320 കിലോമീറ്റർ വരെയാണ് നോർത്തേൺ പ്ലെയിൻസിന്റെ വിട്ട് വരുന്നത് കേട്ടോ. റെഡിയല്ലേ? പഞ്ചാബ് മുതൽ ഈസ്റ്റ് അസം വരെയാണ് നോട്ട് ചെയ്ത് വെക്കുക. ഇനി ഇതിൻ്റെ ഒരു ടോപ്പോഗ്രഫി പറഞ്ഞു കഴിഞ്ഞാൽ ഫ്ലാറ്റ് ആണ്. ഈ പ്ലാറ്റോ ഒന്നും പോലെ ഉയർന്നു കിടക്കുന്ന, അല്ലെങ്കിൽ മൗണ്ടെയിൻസ് പോലെ ഹിമാലയാസ് പോലെ ഉയർന്നു കിടക്കുന്ന ഒരു ഭൂപ്രകൃതമല്ല നമ്മുടെ നോർത്തേൺ പ്ലെയിൻസ് ഉള്ളത്. ഫ്ലാറ്റ് ആൻഡ് ലോ ലൈങ് ആണ്. ഈ അലൂവിയൻ ഡെപ്പോസിഷനൊക്കെ കൂടുതലായിട്ടുള്ളത് കൊണ്ട് തന്നെ അഗ്രികൾച്ചറൽ ആക്ടിവിറ്റീസ് ഒരുപാട് നടക്കുന്ന, പോപ്പുലേഷൻ സെറ്റിൽമെന്റ്സ് ഒരുപാടുള്ള ഒരു ഏരിയ ആണ് നമ്മുടെ നോർത്തേൺ പ്ലെയിൻസ് എന്ന് പറയുന്നത് കേട്ടോ. ഇനി ഗ്രാനറി ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നുണ്ട്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. ഗ്രാനറി ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത് എന്തുകൊണ്ടാ? അത്രയും ഫെർട്ടൈൽ ആയിട്ടുള്ള അലൂവിയം ഉള്ളത് കൊണ്ട് തന്നെ, അലൂവിയൽ സോയിലെ പ്രസൻസ് ഉള്ളത് കൊണ്ട് തന്നെ നോർത്തേൺ പ്ലെയിൻസിൽ കൂടുതൽ അഗ്രികൾച്ചറൽ ആക്ടിവിറ്റീസ് നടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഗ്രാനറി ഓഫ് ഇന്ത്യ എന്ന് ഇതിനെ വിളിക്കുന്നത്. അടുത്തത് നമ്മൾ പറഞ്ഞു ഈ റിവർ സിസ്റ്റം, അത് പറഞ്ഞല്ലോ, ഇൻഡസ് ആൻഡ് അതേപോലെ ഗംഗ, ബ്രഹ്മപുത്ര. അതിനനുസരിച്ച് ലോഞ്ചിറ്റ്യൂഡിൽ ഡിവിഷൻസ് നമുക്ക് കാണാൻ സാധിക്കും. അത് കഴിഞ്ഞ് ഏറ്റവും അവസാനം നമ്മൾ ഏറ്റവും മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഇതിൻ്റെ നോർത്ത് ടു സൗത്ത് വരുന്ന ഡിവിഷൻ. ഇതിനെ പറ്റി എപ്പോഴും എക്സാമിന് ചോദിക്കാറുണ്ട് കേട്ടോ. അതായത് ഹിമാലയാസ്, അവിടെ നിന്നും ഒറിജിൻ ചെയ്യുന്ന നദികളാണ് എന്ത് ചെയ്തിട്ടുള്ളത്, ഇൻഡസ്, ഗംഗ, ബ്രഹ്മപുത്ര. ഇവരാണ് എന്ത് ചെയ്തിട്ടുള്ളത്, നോർത്തേൺ പ്ലെയിൻസിന്റെ ഫോർമേഷന് കാരണമായിട്ടുള്ളത്. അതിനെ നമ്മൾ ലോഞ്ചിറ്റ്യൂഡിനലി ഡിവൈഡ് ചെയ്തപ്പോഴത്തേക്കും പഞ്ചാബ് ഹിമാലയ, പഞ്ചാബ് പ്ലെയിൻ, ഗംഗാ പ്ലെയിൻ, ബ്രഹ്മപുത്ര പ്ലെയിൻ എന്ന് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്, ഡിവൈഡ് ചെയ്തിട്ടുണ്ടായി. പക്ഷെ ഇങ്ങ് നോർത്ത് ടു സൗത്ത് ഡിവിഷൻ നോക്കുകയാണെങ്കിൽ ഓക്കെ, ഈ നോർത്തേൺ പ്ലെയിൻസിന്റെ ഫീച്ചേഴ്സ് നമുക്ക് 4 ആയിട്ടേക്ക്
ഡിവൈഡ് ചെയ്യാം. ഏതൊക്കെയാണെന്ന് നോക്കാം. അതായത് ഹിമാലയത്തിൽ നിന്നും നദികൾ എന്ത് ചെയ്യുന്നു? ഒറിജിൻ ചെയ്യുന്നു. ഈ ഹിമാലയാസിൽ നിന്ന് ഒറിജിൻ ചെയ്ത നദികൾ ഏറ്റവും ആദ്യം, അതായത് ശിവാലിക് കഴിഞ്ഞ് ഹിമാലയാസിന്റെ ഫുഡ് ഹിൽസ് ഒക്കെ കഴിഞ്ഞ് നോർത്തേൺ പ്ലെയിൻസിലേക്ക് എൻട്രി ചെയ്യാണ്. നിങ്ങൾക്ക് കാണാമല്ലോ അല്ലേ? യെസ്, നോർത്തേൺ ലൈറ്റ് കളർ ഒന്ന് യൂസ് ചെയ്യട്ടോ. നോർത്തേൺ പ്ലെയിൻസിലേക്ക് എൻ്റർ ചെയ്യുന്നു. അങ്ങനെ എൻ്റർ ചെയ്യുന്ന സമയത്ത് നദികൾ ഒഴുകി വരുന്ന ആ ഒരു സ്ഥലത്തുനിന്നും ഒരുപാട് കാര്യങ്ങൾ കൂടെ കൊണ്ടുവരുന്നുണ്ട്. കല്ല്, ചെളി, പാറ, എല്ലാം ഒരുപാട് കാര്യങ്ങൾ, ഫോസിലുകളായിക്കോട്ടെ, റിമെയിൻസ് ആയിക്കോട്ടെ, ഇതൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? കൂടെ കൊണ്ടുവരുന്നുണ്ട്. അപ്പം അങ്ങനെ കൊണ്ടുവരുന്ന സമയത്ത് ഭാരം കൂടിയ വലിയ കല്ലുകളൊക്കെ ഉണ്ടാവില്ല, പാറക്കെട്ടുകളൊക്കെ, അത് അതിൻ്റെ ഇനീഷ്യൽ സ്റ്റേജിൽ, അതിൻ്റെ ആരംഭഘട്ടത്തിൽ അത് അവിടെ ഡെപ്പോസിറ്റ് ചെയ്തിട്ടാണ് മുന്നോട്ടേക്ക് ഒഴുകുക. അങ്ങനെ തുടങ്ങുന്ന സ്ഥലത്ത്, നോർത്തേൺ പ്ലെയിൻസ് സ്റ്റാർട്ട് ചെയ്യുന്ന സ്ഥലത്ത് തന്നെ വലിയ കല്ലുകൾ, പാറക്കെട്ടുകളൊക്കെ ആൻഡ് പെബിൾസ്, ഉരുളൻ കല്ലുകളൊക്കെ നിറഞ്ഞു നിൽക്കുന്ന ഒരു ബെൽറ്റാണ് നമുക്ക് കാണാൻ സാധിക്കുക. ആൻഡ് ഇവിടെ നിങ്ങൾ നേരിട്ട് നോക്കുന്ന സമയത്ത് നദികൾ ഒഴുകുന്നതായിട്ട് ഫീൽ ചെയ്യില്ല. പക്ഷെ നദികൾ ഒഴുകുന്നില്ലേ? ഇവിടെ നദികൾ ഡിസപ്പിയർ ആകുന്നു എന്നാണ് കേട്ടോ പറയുന്നത്. ആക്ച്വലി ഒരു മാജിക്കലി ഡിസപ്പിയർ ആവുന്നതല്ല. നദികൾ എന്ത് ചെയ്യാണ്? ഇവിടെ പാറക്കെട്ടുകളൊക്കെ നിറഞ്ഞു നിൽക്കുന്നത് കൊണ്ട് അവിടെ ഡെപ്പോസിറ്റ് ചെയ്ത നദികൾ തന്നെയാണ് പാറക്കെട്ടുകളോടെ ആക്ച്വലി ഡെപ്പോസിറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പം ഇതിൻ്റെയൊക്കെ അടിയിലൂടെയാണ് എന്ത് ചെയ്യുന്നത്? നമ്മുടെ നദികൾ ഒഴുകുന്ന, ഇൻഡസ് ആയിക്കോട്ടെ, ഗംഗ ആയിക്കോട്ടെ, ബ്രഹ്മപുത്ര ആയിക്കോട്ടെ, ഒഴുകുന്നത്. അങ്ങനെ ഒഴുകുന്ന സമയത്ത് നദികൾ എന്ത് ചെയ്യുന്നു? പുറത്തൂടെ ഒഴുകുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യില്ല. ഉള്ളിലൂടെ ഒഴുകുന്നുണ്ട്, പക്ഷെ നമ്മൾ എന്ത് ചെയ്യുന്നില്ല? നന്നായിട്ട് കാണുന്നില്ല. ഓക്കെ, അപ്പൊ നദികൾ ആക്ച്വലി ഇവിടെ ഒഴുകുന്നുണ്ട്, പക്ഷെ നമ്മൾ പറയുക എന്താ? നദികൾ എന്ത് ചെയ്യുന്നു? ഡിസപ്പിയർ ആകുന്നുണ്ട്. ആക്ച്വലി ഡിസപ്പിയർ ആകുന്നില്ല, അവിടെ ഒഴുകുന്നുണ്ട്, നമ്മൾ കാണുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. കാരണം ഇത്രയും വലിയ പാറക്കെട്ടുകളുടെ ഉള്ളിലൂടെ ഒഴുകുമ്പോഴത്തേക്ക് ചെറിയൊരു നീർച്ചാല് പോലെ കാണാൻ പറ്റുള്ളൂ, വലിയൊരു നദിയായിട്ട് നമുക്ക് കാണാൻ സാധിക്കില്ല. അവസാനം ഈ നദി എന്ത് ചെയ്യുന്നു? ഒഴുകി പാറക്കെട്ടുകളും പാറക്കല്ലുകളും ഉരുളൻ കല്ലുകളും ഒക്കെ അവിടെ ഇട്ടിട്ട് ഈ ഒരു റീജിയനെ നമ്മൾ വിളിക്കുന്നത് എന്താണെന്നറിയോ? ഭാബർ എന്നാണ്. ഇത് എക്സാമിന് എപ്പോഴും ചോദിക്കാറുണ്ട്. ഈ പറഞ്ഞ പാറക്കല്ലുകളും പെബിൾസ്, ഉരുളൻ കല്ലുകളൊക്കെ നിറഞ്ഞു നിൽക്കുന്ന ഏറ്റവും ആദ്യത്തെ, ഏറ്റവും നോർത്തിലായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്ന ആ ബെൽറ്റിനെ എന്ത് പേരിലാണ് വിളിക്കുന്നത്? എന്ത് പേരിലാണ്? നോർത്തേൺ പ്ലെയിൻസിൽ ആ ബെൽറ്റിന്റെ പേര് ഭാബർ എന്നാണ്. ഏറ്റവും ആദ്യം ഭാബറാണ്. നോർത്തേൺ പ്ലെയിൻസിന്റെ തുടക്കം ഭാബറാണ്. ഭാബർ കഴിഞ്ഞാൽ പിന്നീട് നദി എന്ത് ചെയ്യുന്നുണ്ട്? റീ എമേർജ് ചെയ്യുന്നുണ്ട്. റീ എമേർജ് ചെയ്യാന്ന് പറഞ്ഞാൽ മാജിക്കലി പ്രത്യക്ഷപ്പെടുകയല്ല. ഉള്ളിലൂടെ ഒഴുകിയ നദി, പിന്നീട് കല്ലൊന്നും ഇല്ലല്ലോ, കല്ലൊക്കെ ഓൾറെഡി എവിടെ ഇട്ടു? കല്ലൊക്കെ ഓൾറെഡി നമ്മൾ ഭാബറിൽ ഇട്ടിട്ട് വന്നിട്ടുണ്ടായി. ഓക്കെ, അങ്ങനെ മുന്നോട്ടേക്ക് നദി എന്ത് ചെയ്യുന്നു? ഒഴുകുന്നു. പിന്നീട് റീ എമേർജ് ചെയ്യാണ്, തിരിച്ച് ഭൂമിയുടെ സർഫസിലേക്ക് ഒഴുകുന്ന രീതിയിൽ, കാണുന്ന രീതിയിൽ പുറത്തേക്ക് വരികയാണ് കേട്ടോ. അപ്പം അങ്ങനെ പുറത്തേക്ക് വരുന്ന നദി പിന്നീട് എൻ്റർ ചെയ്യുന്നത് ടെറായ് റീജിയനിലേക്കാണ്. ഈ റീജിയൻ്റെ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ എനിക്ക് ഒരു പിക്ചറിൽ തന്നെ കാണാൻ സാധിക്കും. ഇവിടെ ഇല്ലാത്ത എന്തോ ഒരു പ്രത്യേകത ഇവിടെയുണ്ട്. എന്താണ്? ഇവിടെ പാറക്കല്ലുകളൊക്കെ നിറഞ്ഞു നിൽക്കുന്നത്, അതൊരു കല്ലുകളും ചെറിയ ഉരുളൻ കല്ലുകളൊക്കെ നിറഞ്ഞു നിൽക്കുന്ന, വലുതും ചെറുതുമായുള്ള കല്ലുകളൊക്കെ നിറഞ്ഞു നിൽക്കുന്ന ഒരു ബെൽറ്റാണ് ഭാബറെങ്കിൽ ടെറായ് എന്ന് പറയുന്നത് അങ്ങനെ കല്ലുകളും ഒരുപാട് നിറഞ്ഞു നിൽക്കുന്ന ബെൽറ്റല്ല. ഇവിടെ ബാക്കി വരുന്ന കാര്യങ്ങളാണ് നദി പിന്നീട് ഡെപ്പോസിറ്റ് ചെയ്യുന്നത്. അതായത് നദിയിൽ കല്ലുകൾ മാത്രമല്ല, ചെളിയൊക്കെ ഉണ്ടാവില്ലേ? അപ്പം ഇത്തരത്തിൽ വരുന്ന ചെളിയൊക്കെ വന്നുകൊണ്ട് ഡെപ്പോസിറ്റ് ചെയ്യുന്ന ഒരു മാർഷി ലാൻഡ് ആണ് ഇത്. ഒരു മാർഷി ആൻഡ് സ്വാമ്പി ലാൻഡാണ് നമ്മുടെ ടെറായ് റീജിയൻ എന്ന് പറയുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ കല്ലുകളിലും അത്തരത്തിലുള്ള പെബിൾസിൻ്റെ ഒക്കെ പ്രസൻസ് കുറവായതുകൊണ്ട് തന്നെ അലൂവിയത്തിൻ്റെ പ്രസൻസ് ഒക്കെ റിച്ച് ആയിട്ടുള്ള അലൂവിയത്തിൻ്റെ ഒക്കെ പ്രസൻസ്, ലോമി ആയിട്ടുള്ള അലൂവിയത്തിൻ്റെ പ്രസൻസ് ഉള്ളത് കൊണ്ട് തന്നെ വളരെ റിച്ച് ആയിട്ടുള്ള ഒരു ബയോഡൈവേഴ്സിറ്റി, ഫോറസ്റ്റ് കവറൊക്കെ നമുക്ക് ഇവിടെ കാണാൻ പറ്റും കേട്ടോ. അത്രയും തിക്കായിട്ടുള്ളൊരു നാച്ചുറൽ വെജിറ്റേഷൻ നമുക്ക് ടെറായിൽ കാണാൻ സാധിക്കും. ടെറായിനെ പറ്റി ചോദിച്ചൊരു ചോദ്യം എന്ന് പറയുന്നത് നോർത്തേൺ പ്ലെയിൻസിലെ മാർഷി ആയിട്ടുള്ള ഏരിയ ഏതാണ്? അത് ടെറായി ആണ്. ഫോറസ്റ്റ് കവറൊക്കെ ഒരുപാടുള്ള നല്ല നാച്ചുറൽ വെജിറ്റേഷൻ തിക്കായിട്ടുള്ള ടെറായ് റീജിയൻ. ഇതിലൂടെ നദി ഒഴുകുന്നു. പിന്നീട് നദി എൻഡ് ചെയ്യുന്നത് എവിടേക്കാണ്? അലൂവിയൽ പ്ലെയിൻസിലേക്ക് എൻ്റർ ചെയ്യുന്നു. അലൂവിയൽ പ്ലെയിൻസിലേക്ക് എൻ്റർ ചെയ്യുന്ന സമയത്ത് നമ്മളിവിടെ കൃത്യമായിട്ട് നോട്ട് ചെയ്യേണ്ട ഒരു കാര്യം, ഖാദറും ഭാബറും എന്താണ്? ഇത് തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്? എന്താണ് ഖാദർ? എന്താണ് ഭാബർ? ഇത് തമ്മിലുള്ള ഡിഫറൻസ്. ഖാദർ എന്ന് പറയുമ്പോഴത്തേക്ക് നദി എന്ത് ചെയ്യുന്നുണ്ട്? നദി ഒഴുകുന്നുണ്ട്. ഒഴുകുന്നതിൻ്റെ കൂടെ ഇതിൻ്റെ സൈഡിൽ എന്ത് ചെയ്യുന്നു? അലൂവിയം ഡെപ്പോസിറ്റ് ചെയ്യുന്നു. നദി എന്ത് ചെയ്യുന്നു? അലൂവിയം ഡെപ്പോസിറ്റ് ചെയ്യുന്നു. അങ്ങനെ ഫ്രഷ് ആയിട്ട് പുതുതായിട്ട് അതിൻ്റെ ബാങ്ക്സിൽ ഡെപ്പോസിറ്റ് ചെയ്ത അലൂവിയമാണ്. വളരെ ഫ്രഷ് ആയിട്ടുള്ള സോഫ്റ്റ് ആയിട്ടുള്ള ഫൈൻ പാർട്ടിക്കിൾസ് ഉള്ള
അലൂവിയമാണ് പുതുതായിട്ടുള്ള ന്യൂ അലൂവിയൽ സോയിൽ, അല്ലെങ്കിൽ അതിനെ നമ്മൾ വിളിക്കുന്നത് ഖാദർ എന്നാണ്. ഇത് എടുത്തെടുത്ത് എക്സാമിന് ചോദിക്കാറുണ്ട്. ഖാദർ എന്ന് പറയുന്നത് ഫെർട്ടിലിറ്റി അല്ലെങ്കിൽ ഫലഭൂയിഷ്ഠത കൂടിയ പുതിയ അലൂവിയൽ സോയിലാണ്. ഇനി ഭാങ്കർ എന്താണെന്ന് നോക്കാം. ഭാങ്കർ എന്ന് പറയുമ്പോഴത്തേക്ക് ഇത്തരത്തിൽ നദി ഒരുപാട് മുന്നേ അതിൻ്റെ കരയിൽ ഡെപ്പോസിറ്റ് ചെയ്തിട്ട് അതിങ്ങനെ അടിഞ്ഞ് കുറച്ച് ഉയരത്തിൽ കൂടി ആൻഡ് പഴക്കം ചെല്ലുന്തോറും കാൽഷ്യം കാർബണേറ്റിൻ്റെയൊക്കെ പ്രസൻസ് കൂടുതലായതുകൊണ്ട് അതിലടങ്ങിയിരിക്കുന്നതുകൊണ്ട് കുറച്ച് കട്ടിയിൽ കുറച്ചൊന്ന് പൊങ്ങി നിൽക്കുന്ന, അധികം പൊക്കമില്ല, കുറച്ചൊന്ന് പൊങ്ങി നിൽക്കുന്ന എഗെയിൻ ഫെർട്ടിലിറ്റി കുറഞ്ഞ അലൂവിയം അടങ്ങിയിട്ടുള്ള ഓൾഡ് അലൂവിയൽ സോയിലാണ് നമുക്ക് ഭാങ്കർ എന്ന് പറയുന്ന ഏരിയയിൽ കാണാൻ സാധിക്കുക. ഖാദർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ന്യൂ ആൻഡ് ഫ്രഷ് ഫൈൻ പാർട്ടിക്കിൾസ് ഉള്ള അലൂവിയമാണ്. ആൻഡ് അതേപോലെ ഭാങ്കർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾഡ് അലൂവിയമാണ്. ഇവിടെ മറ്റൊരു ചോദ്യം ചോദിച്ചിട്ടുള്ളത്, ഫ്ലഡ് ഒക്കെ വരുന്ന സമയത്ത് ഏത് ലാൻഡ് ഫോം ആണ്, ഏത് അലൂവിയൽ പ്ലെയിൻ ആണ് ആദ്യം വെള്ളത്തിൻ്റെ അടിയിലായി പോകുന്നത്? ഫ്ലഡൊക്കെ വന്നു കഴിഞ്ഞാൽ കട്ടിയില്ലാത്തത് കൊണ്ടും ഭയങ്കര ഫൈൻ പാർട്ടിക്കിൾ സോഫ്റ്റ് ആയതുകൊണ്ടും ആൻഡ് അതേപോലെ തന്നെ നദിയുടെ കരയോട് ചേർന്ന് കിടക്കുന്നത് കൊണ്ടും ഖാദർ ആയിരിക്കും എന്ത് ചെയ്യുക, ഫ്ലഡ് പ്രോൺ ആയിട്ടുള്ള ഏരിയ ആയിട്ട് നമുക്ക് ആൻസർ ആയിട്ട് പറയാൻ സാധിക്കും കേട്ടോ. അപ്പം ഇത്രയാണ് ഖാദർ, ഭാബർ ആൻഡ് ഖാദർ, ഭാങ്കർ, ടെറായ്, ബാബർ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. അടുത്തൊരു ചോദ്യം ഇതിൻ്റെ കൂടെ തന്നെ ചോദിച്ചുള്ള മറ്റൊരു ചോദ്യമാണ്, ദ പാർട്ട് ഓഫ് ദ നോർത്തേൺ പ്ലെയിൻ ഓഫ് ഇന്ത്യ കംപ്രൈസിങ് ഓൾഡ് അലൂവിയം. ഏതാ ഓൾഡ് അലൂവിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഭാബർ ആണെന്ന് തെറ്റിദ്ധരിക്കരുത്. ഭാബറും ഭാങ്കറും മാറിപ്പോരുത്. ഭാബർ എന്ന് പറയുന്നത് ഏറ്റവും ആദ്യത്തെ ഉള്ളംകല്ലുകൾ എന്ന് പറഞ്ഞ ബെൽറ്റാണ്. ഇവിടെ ഏതാ ഭാങ്കർ ആണ് ഓൾഡ് അലൂവിയം. ആൻഡ് നേരത്തെ ചോദ്യം നമ്മൾ ആൻസർ മാർക്ക് ചെയ്തായിരുന്നു. നേരത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം മാർക്ക് ചെയ്തായിരുന്നു. ഓപ്ഷൻ എ ആണ്, ഓപ്ഷൻ ബി ആണ്. ഇൻഡസ് ഗംഗ ബ്രഹ്മപുത്രയാണ്. അതായത് ഹിമാലയൻ റിവേഴ്സ് ആയിട്ടുള്ള ഇൻഡസ് ഗംഗ ബ്രഹ്മപുത്രയാണ്. റെഡിയല്ലേ? ഇനി ഈ നർമ്മദ പോലെയുള്ള നദികൾ അലൂവിയം എന്ത് ചെയ്യുന്നുണ്ട്, ഡെപ്പോസിറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ നോർത്തേൺ പ്ലേറ്റ്സിന്റെ ഭാഗമായിരിക്കില്ലല്ലോ നർമ്മദ. അപ്പോൾ അത് ഒബിയസ് അല്ലേ, നമുക്കറിയുന്നതല്ലേ. നർമ്മദ ഒരിക്കലും നോർത്തേൺ പ്ലെയിൻസിന്റെ ഭാഗമായിട്ട് വരുന്നില്ല. അപ്പം അതുകൊണ്ട് നമുക്ക് കറക്റ്റായിട്ട് പറയാം, നോർത്തിൽ വരുന്ന ഹിമാലയൻ റിവേഴ്സ് ആയിട്ടുള്ള ഇൻഡസ് ഗംഗ ബ്രഹ്മപുത്രയാണ് അലൂവിയം ഡെപ്പോസിറ്റ് ചെയ്തിട്ട് നോർത്തേൺ പ്ലെയിൻസിന്റെ ഫോർമേഷന് കാരണമായിട്ടുള്ളത്. സോ ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ കേട്ടോ. യെസ്, എഗെയിൻ മറ്റൊരു ചോദ്യത്തിലേക്ക് നമ്മൾ പോകുന്നു. Bundelkhand, Baghelkhand are part of which physical feature of India? ബണ്ടേൽഖണ്ഡ്, ബാഘേൽഖണ്ഡ്, അതേപോലെ വിന്ധ്യ സത്പുര റേഞ്ച്, ഇതൊക്കെ എപ്പോഴും ചോദിക്കുന്ന ചോദ്യമാണ്. ഇത് എന്തിൻ്റെ ഭാഗമാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. കോസ്റ്റൽ പ്ലെയിൻസ് ആണോ? എന്താണ് ബണ്ടേൽഖണ്ഡും ബാഘേൽഖണ്ഡും? ബണ്ടേൽഖണ്ഡ്, ബാഘേൽഖണ്ഡ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പ്ലാറ്റോസ് ആണ്. അതായത് പ്ലെയിൻസ് അല്ല, കോസ്റ്റൽ പ്ലെയിൻസ് അല്ല, പീഠഭൂമികളാണ്. കുറച്ചൊന്ന് ഉയർന്ന് പരന്ന് കിടക്കുന്ന, സമുദ്രനിരപ്പിൽ നിന്ന് നന്നായിട്ട് ഉയരത്തിൽ കിടക്കുന്ന, എന്നാൽ മൗണ്ടൻസിൻ്റെ അത്ര ഉയരമില്ലാത്ത, എന്നാൽ പ്ലെയിൻസിൻ്റെ അത്ര ഉയരം കുറവില്ലാത്ത ഫിസിക്കൽ ഫീച്ചേഴ്സ് ആണ് പ്ലാറ്റോസ് എന്ന് പറയുന്നത്. അപ്പോൾ ബണ്ടേൽഖണ്ഡ് ആയിക്കോട്ടെ ബാഘേൽഖണ്ഡ് ആയിക്കോട്ടെ രണ്ടും എന്താ, പ്ലാറ്റോസ് ആണ്. ഓക്കെ, അപ്പം ഇതിൽ ചോദ്യം എന്ന് പറയുന്നത് ഏത് ഫിസിക്കൽ ഫീച്ചറാണ് അല്ലെങ്കിൽ എന്തിൻ്റെ ഭാഗമാണെന്നാണ്. കോസ്റ്റൽ പ്ലെയിൻ്റെ ഭാഗമല്ല, മൗണ്ടെയിൻസിന്റെ ഭാഗമാണ്. മൗണ്ടെയിൻസിൽ പ്ലാറ്റോ ഉണ്ടോ? അല്ല. ഹിമാലയൻ മൗണ്ടെയിൻസ് അല്ല. നോർത്തേൺ പ്ലെയിൻസ് ആണോ? അല്ല. നോർത്തേൺ പ്ലെയിൻസ് ആണ്, സമതലമാണ്. ഇവിടെ നമ്മളോട് ചോദിച്ച പീഠഭൂമികളെ പറ്റിയാണ്. ബണ്ടേൽഖണ്ഡും ബാഘേൽഖണ്ഡും പെനിൻസുലാർ പ്ലാറ്റോയുടെ ഭാഗമാണ്. എന്താ പെനിൻസുലാർ പ്ലാറ്റോ? പെനിൻസുലാർ പ്ലാറ്റോ എന്ന് പറയുന്നത് ഇന്ത്യയിലെ ഏറ്റവും പഴക്കം ചെന്ന ലാൻഡ് മാസ് ആണ്, ഫിസിക്കൽ ഫീച്ചർ ആണ്. ഹിമാലയാസ് ഒക്കെ 50 മില്യൺ വർഷങ്ങൾക്ക് മുന്നേ ഫോം ചെയ്യുന്ന കാര്യം നമ്മൾ പറഞ്ഞു. ഇന്ത്യ പ്ലേറ്റും യൂറേഷ്യ പ്ലേറ്റും ഒക്കെ കൂട്ടിയിടിച്ച് അല്ലേ? ആ കൂട്ടിയിടിക്കുന്ന സമയത്ത് വന്ന ഇന്ത്യ പ്ലേറ്റ് ഉണ്ടല്ലോ, ഇന്ത്യ പ്ലേറ്റിൽ ഓൾറെഡി ഒരുപാട് മുന്നേ ഭാഗമായിട്ടുള്ള ആളാണ് പെനിൻസുലാർ പ്ലാറ്റോ റീജിയൻ എന്ന് പറയുന്നത് കേട്ടോ. ഈ പെനിൻസുലാർ ഇന്ത്യയൊക്കെ അടങ്ങുന്നത് ഈ പെനിൻസുലാർ പ്ലാറ്റോ റീജിയനിലാണ്. അപ്പോൾ ഈ പെനിൻസുലാർ പ്ലാറ്റോ എന്ന് ചോദിച്ചുള്ള മറ്റൊരു ചോദ്യം എന്ന് പറയുന്നത്, വേറെയും കുറേ എക്സാമുകൾക്ക് ചോദിച്ചുള്ള മറ്റൊരു ചോദ്യം റിലേറ്റഡ് ആയിട്ട് നമുക്ക് പഠിക്കാൻ ഓർത്തു വെക്കാൻ പറ്റിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫാക്റ്റ് ആണ്. ഇവിടെ ഇഗ്നിയസ് റോക്കുകളുടെയും മെറ്റാമോർഫിക് റോക്കുകളുടെയും പ്രസൻസ് ആണ് കൂടുതലായിട്ടുള്ളത്. സെഡിമെന്ററി റോക്ക് എന്നൊക്കെ ഓപ്ഷനിൽ വരും, അപ്പം മാറിപ്പോരുത്. മെറ്റാമോർഫിക് റോക്കുകളും ഇഗ്നിയസ് റോക്കുകളാണ് കൂടുതലായിട്ട് നമുക്ക് പെനിൻസുലാർ പ്ലാറ്റോയിൽ കാണാൻ സാധിക്കുക. ഓക്കെ, അപ്പോൾ പെനിൻസുലാർ പ്ലാറ്റോ എന്ന് പറയുന്നത് ഹിമാലയാസിനെ പോലെ അൺസ്റ്റേബിൾ ആയിട്ടുള്ള എർത്ത്ക്വേക്കും ഫ്ലഡും ലാൻഡ് സ്ലൈഡും ഒക്കെ എപ്പോഴും നടക്കുന്ന ഒരു ഭാഗമല്ല. കുറച്ചുകൂടെ സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു ഫിസിക്കൽ ഫീച്ചറാണ് പെനിൻസുലാർ പ്ലാറ്റോ എന്ന് പറയുന്നത്.
ഓൾഡസ്റ്റ് ലാൻഡ് മാസ് ആണ്, ഏറ്റവും പഴക്കം ചെന്ന ലാൻഡ് മാസ് ആണ്. ഹിമാലയാസിനേക്കാളും ഡെസേർട്ടിനേക്കാളും ഒക്കെ പഴക്കം ആർക്കുണ്ട്? നമ്മുടെ പെനിൻസുല പ്ലാറ്റൂനുണ്ട്. ആൻഡ് ഈ പെനിൻസുല പ്ലാറ്റൂന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇതൊരു ട്രയാങ്കുലർ ലാൻഡ് മാസ് ആയിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഇതിന്റെ മാപ്പ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ തന്നെ നമുക്ക് മനസ്സിലാവും. ഇവിടം കൊണ്ട് നോർത്തേൺ പ്ലെയിൻസ് അവസാനിക്കുകയാണ് അല്ലേ. ഈ ഒരു ഭാഗത്തായിട്ട് നോർത്തേൺ പ്ലെയിൻസ് അവസാനിക്കുന്നു. പിന്നീട് അങ്ങോട്ടേക്ക് നമ്മുടെ പെനിൻസുല പ്ലാറ്റു ഒരു പീസയുടെ ഒക്കെ സ്ലൈസ് പോലെ ഒരു കുഞ്ഞ് ഒരു പേസ്ട്രി ഒക്കെ പോലെ കറക്റ്റ് ഒരു ഏകദേശം ഒരു ട്രയാങ്കുലർ ഷേപ്പിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, കാണാൻ സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിനൊരു ട്രയാങ്കുലർ ലാൻഡ് മാസ് എന്ന് വിളിക്കാറുണ്ട് കേട്ടോ. ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ആൻഡ് ചോദിച്ചിട്ടുള്ള മറ്റ് എക്സാംസിനും കൂടെ ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യം എന്ന് പറയുന്നത് ഏത് നദിയാണ് ഇതിനെ 2 ഭാഗങ്ങളായിട്ട് ഡിവൈഡ് ചെയ്യുന്നത്? ഓർക്കുന്നുണ്ടോ? ഏത് നദിയാണ്? നർമ്മദയാണ് കേട്ടോ. നർമ്മദ നദിയാണ് ഇതിനെ 2 ഭാഗങ്ങളായിട്ട് ഡിവൈഡ് ചെയ്യുന്നത്. ഏതൊക്കെയായിരുന്നു 2 ഭാഗങ്ങൾ എന്ന് പറയുന്നത്? നർമ്മദയുടെ മുകളിലായിട്ട് അല്ലെങ്കിൽ നർമ്മദയുടെ നോർത്തിലായിട്ട് സെൻട്രൽ ഹൈലാൻഡ് വരുന്നു. ആൻഡ് നർമ്മദയുടെ സൗത്തിലായിട്ട്, നർമ്മദയ്ക്ക് താഴോട്ട് പിന്നീട് ഇങ്ങോട്ടേക്ക് എന്താ വരുന്നേ? ഡെക്കൻ പ്ലാറ്റു. അപ്പൊ പെനിൻസുല പ്ലാറ്റു തന്നെ 2ആയിട്ടൊക്കെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഹിമാലയം അതേപോലെ നോർത്തേൺ പ്ലെയിൻസ് ഒക്കെ ഡിവിഷൻ വരുന്നത് പോലെ തന്നെ പെനിൻസുല പ്ലാറ്റൂല് നമുക്ക് എന്ത് കാണാൻ സാധിക്കുന്നുണ്ട്? ഈ ഒരു ഡിവിഷൻ കാണാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, ആൻഡ് ഓർത്തു വെച്ചോളൂ, ഏറ്റവും മുകളിൽ സെൻട്രൽ ഹൈലാൻഡ് ആണ്, തൊട്ട് താഴെ ഡെക്കാൻ പ്ലാറ്റു ആണ്. ആൻഡ് ഈ പെനിൻസുല പ്ലാറ്റുവിന്റെ ഭാഗമാണ് ഡെക്കാൻ ട്രാപ്പ്. ഇത് മറ്റൊരു പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ ആണ്, ഗ്രൂപ്പ് ഡിയുടെ തന്നെ, പക്ഷെ ഞാൻ ആഡ് ചെയ്തിട്ടില്ല. നിങ്ങളുടെ അടുത്ത് പറഞ്ഞു തരാണ്. ഡെക്കാൻ ട്രാപ്പ് എന്ന് പറയുന്നത് പെനിൻസുല പ്ലാറ്റുവിന്റെ ഭാഗമാണ്. ഈ ഡെക്കൻ ട്രാപ്പിൽ ഒരുപാട് വർഷങ്ങൾക്ക് മുന്നേ, അതായത് ദിനോസറുകളൊക്കെ ജീവിച്ചിരിക്കുന്ന ഒരു കാലത്ത് അത്രയും വലിയൊരു വോൾക്കാനിക് ഇറപ്ഷൻ, വർഷങ്ങളോളം നീണ്ടുന്ന ഒരു വോൾക്കാനിക് ഇറപ്ഷന്റെ ഭാഗമായിട്ടാണ് അന്ന് അവിടെ ഉണ്ടായിരുന്ന ദിനോസറുകളൊക്കെ ചത്തുടങ്ങുന്നതും അതേപോലെ തന്നെ ഇഗ്നിയസ് റോക്കിന്റെ ഒക്കെ പ്രസൻസ് നമ്മുടെ പെനിൻസുല പ്ലാറ്റുവിൽ കൂടുതലായിട്ട് കാണാൻ സാധിക്കുന്നതും ബ്ലാക്ക് സോയിലിന്റെ പ്രസൻസ് ഏറ്റവും കൂടുതലായിട്ട് ഡെക്കൻ ട്രാപ്പിൽ കാണാൻ സാധിക്കുന്നതും ഇന്ന് എക്സ്റ്റിങ്ക്റ്റ് വോൾക്കാനോയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്ന, ഡെഡ് വോൾക്കാനോയിട്ട് കൺസിഡർ ചെയ്യുന്ന ഡെക്കൻ ട്രാപ്പിന്റെ അന്നത്തെ ഒരു ഇറപ്ഷൻ കാരണമാണ്. ആ ഡെക്കൻ ട്രാപ്പ് എന്ന് പറയുന്നത് പെനിൻസുല പ്ലാറ്റുയുടെ ഭാഗമാണ്. ഓക്കെ, ഇനി ഈ സെൻട്രൽ ഹൈലാൻഡും ഡെക്കൻ പ്ലാറ്റും എടുത്ത് നോക്കുകയാണെങ്കിൽ ആദ്യം നമ്മൾ പഠിക്കാൻ പോകുന്നത് സെൻട്രൽ ഹൈലാൻഡിനെ പറ്റിയാണ്. നർമ്മദയ്ക്ക് മുകൾ ഭാഗത്ത് നോർത്തിലായിട്ട് ഏകദേശം ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് സെൻട്രൽ ഹൈലാൻഡ് കാണാം. ഈ സെൻട്രൽ ഹൈലാൻഡ് നോക്കൂ, സെൻട്രൽ ഹൈലാൻഡിന്റെ വെസ്റ്റേൺ അതിർത്തിയായിട്ട് അല്ലെങ്കിൽ വെസ്റ്റേൺ ബൗണ്ടറി ആയിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത് ആരാ? എക്സാമിന് ചോദിച്ചിട്ടുണ്ട്, ആരവല്ലി റേഞ്ചസ്. ആരവല്ലി, ദേ ഇവിടെ ആരവല്ലി ഉണ്ട്. ആരവല്ലി കഴിഞ്ഞാൽ പിന്നെ ദേ ഇവിടെ ആയിട്ട് ആര് വരുന്നു? മാൽവ പ്ലാറ്റോ. മാൽവ പ്ലാറ്റോ എന്തിന്റെ ഭാഗം? മാൽവ പ്ലാറ്റോ സെൻട്രൽ ഹൈലാൻഡിന്റെ ഭാഗമാണ്. എഗെയിൻ അത് പെനിൻസുല പ്ലാറ്റുവിന്റെ ഭാഗമായിട്ട് വരുന്നു. അത് കഴിഞ്ഞ് ബാഗേൽഖണ്ഡ്, ഇവിടെ ബണ്ടേൽഖണ്ഡ് ഉണ്ട് ആൻഡ് ഇവിടെ എന്തുണ്ട്? ബാഗേൽഖണ്ഡ്. ഈ 2 പ്ലാറ്റൂസും എന്തിന്റെ ഭാഗമായിട്ട് വരുന്നുണ്ട്? പെനിൻസുല പ്ലാറ്റുവിൽ തന്നെ സെൻട്രൽ ഹൈലാൻഡിന്റെ ഭാഗമായിട്ട് വരുന്നുണ്ട്. ഇനി ഇതിന്റെ ഏറ്റവും ഈസ്റ്റിലായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് ഛോട്ടാ നാഗ്പൂർ പ്ലാറ്റോ. ഛോട്ടാ നാഗ്പൂർ പ്ലാറ്റോയിൽ വരുന്ന സ്റ്റേറ്റിനെ പറ്റി എക്സാമിന് ചോദിച്ചിട്ടുണ്ട്, അതൊക്കെ നോട്ട് ചെയ്ത് വെക്കണം. ഛോട്ടാ നാഗ്പൂർ പ്ലാറ്റോയിലാണ് ഏറ്റവും കൂടുതലായിട്ട് നമുക്ക് മിനറൽസിന്റെയും അതർ റിസോഴ്സസിന്റെയും ഡെപ്പോസിഷൻ കാണാൻ സാധിക്കുന്നത്. ഈ പ്ലാറ്റോസിന് ഒരു പ്രത്യേകത ഉണ്ട്, അവിടെ ഭയങ്കരമായിട്ട് മിനറൽസിന്റെ ഡെപ്പോസിഷൻ ബാക്കി ഫീച്ചേഴ്സിനേക്കാളും കാണാൻ സാധിക്കും. മൗണ്ടെയിൻസിനേക്കാളും കോസ്റ്റൽ പ്ലെയിൻസിനേക്കാളും ഡെസേർട്ടിനേക്കാളും കൂടുതൽ മിനറൽസിന്റെയും അതർ എനർജി റിസോഴ്സസിന്റെയും ഒക്കെ പ്രസൻസ് പ്ലാറ്റോസിൽ കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പം ഇന്ത്യയിലെ തന്നെ ഛോട്ടാ നാഗ്പൂർ പ്ലാറ്റോ ആ ഒരു ബെൽറ്റിലാണ് കൂടുതലായിട്ടും മിനറൽസിന്റെ ഡെപ്പോസിഷൻ വരുന്നത് കേട്ടോ. ഓക്കെ, ആൻഡ് ഒരുപാട് ഇൻഡസ്ട്രീസും ആ ഒരു ഏരിയയിലായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അത് കഴിഞ്ഞ് നർമ്മദയ്ക്ക് താഴെയായിട്ട്, നർമ്മദയ്ക്ക് സൗത്തിലായിട്ട് നമുക്ക് ആരെ കാണാം? യെസ്, ഡെക്കൻ പ്ലാറ്റോ. ഡെക്കൻ പ്ലാറ്റോന്റെ പ്രത്യേകത നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കണം. ഡെക്കൻ പ്ലാറ്റോ ഇസ് ബൗണ്ടഡ് ബൈ ഈസ്റ്റേൺ ഗട്ട്സ് ആൻഡ് വെസ്റ്റേൺ ഗട്ട്സ്. അതായത് ഡെക്കൻ പ്ലാറ്റോന്റെ ഈസ്റ്റിലായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് ഈസ്റ്റേൺ ഗട്ട്സ്. അതിന്റെ ഈസ്റ്റിൽ ഈസ്റ്റേൺ ഗട്ട്സ് വരുന്നുണ്ട്. ഇത് ചോദിച്ചിട്ടുണ്ടേ. ഈസ്റ്റേൺ കോസ്റ്റൽ പ്ലെയിൻ ഒന്നല്ല, അതിന്റെ മുന്നേ ഈസ്റ്റേൺ ഗട്ട്സ് വരുന്നുണ്ട്, വെസ്റ്റില് വെസ്റ്റേൺ ഗട്ട്സ് വരുന്നുണ്ട്. അങ്ങനെ ഈസ്റ്റേൺ ഗട്ട്സും വെസ്റ്റേൺ ഗട്ട്സും അതിനാൽ ചുറ്റപ്പെട്ട് കിടക്കുന്നതാണ് നമ്മുടെ ഡെക്കൻ പ്ലാറ്റോ അല്ലെങ്കിൽ പെനിൻസുല പ്ലാറ്റോന്റെ താഴ്ഭാഗം എന്ന് പറയുന്നത് കേട്ടോ.
ആൻഡ് ഇവിടെയായിട്ട് നമ്മുടെ ആനമല, അതേപോലെ തന്നെ ദോഡാബേട്ട, ഇതിനെ പറ്റിയൊക്കെ എക്സാമിന് ചോദിക്കാറുണ്ട്. ആ പീക്കുകളെ പറ്റിയൊക്കെ പഠിച്ചിരിക്കണം. നീലഗിരിയിലെ ഏറ്റവും വലിയ പീക്ക് ഏതായിരുന്നു? ദോഡാബേട്ടയാണ്. അതേപോലെ തന്നെ ഈ ഒരു ഭാഗത്തായിട്ട് വെസ്റ്റേൺ ഗട്ട്സിൽ ഏറ്റവും വലുതായിട്ട് നമുക്ക് എന്ത് കാണാൻ സാധിക്കുന്നുണ്ട്? ആനമല കാണാൻ സാധിക്കുന്നുണ്ട്. അതൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കണം. അപ്പോൾ ഡെക്കൻ പ്ലാറ്റോന്റെ ഈസ്റ്റിലും വെസ്റ്റിലും ആയിട്ട് നമുക്ക് എന്ത് കാണാം? ഈസ്റ്റേൺ ഗട്ട്സും വെസ്റ്റേൺ ഗട്ട്സും. അപ്പം അത് നോട്ട് ചെയ്ത് വെച്ചോളൂ. ഇത്രയാണ് നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇന്ത്യൻ ജോഗ്രഫിയിലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. ഒരു ചോദ്യം കൂടെ ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് തരികയാണ്. ഇതാണ് ആ ചോദ്യം. അതായത് ഇത് നമ്മൾ ഇന്ത്യൻ ജോഗ്രഫിയിൽ പഠിക്കുന്നില്ല, പക്ഷേ വേൾഡ് ജോഗ്രഫിയിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് നമ്മുടെ ഓഷ്യൻ കറൻറ്റുകൾ, അതേപോലെ തന്നെ ഓഷ്യാനിക് സ്ട്രെയിറ്റ് എന്ന് പറയുന്നത്. എന്തായിരുന്നു സ്ട്രെയിറ്റുകളുടെ പ്രത്യേകത? സ്ട്രെയിറ്റുകൾ എന്ന് പറയുന്നത് 2 ലാൻഡ് മാസ് ഉണ്ടാവും അല്ലേ? ഈ 2 ലാൻഡ് മാസ് എന്ന് പറയുമ്പോഴത്തേക്ക് 2 രാജ്യങ്ങളാവാം, 2 കോണ്ടിനെന്റുകളാവാം, ഒരു രാജ്യവും ഒരു കോണ്ടിനെന്റും ആവാം, 2 ഐലൻഡുകളാവാം, എന്തോ ആയിക്കോട്ടെ. ആ 2 ലാൻഡ് പാർട്ടുകളുടെ ഇടയിലായിട്ട് വരുന്ന ഒരു കുഞ്ഞ് നാരോ പാസേജ്. ഓക്കെ, ഒരു നാരോ പാസേജ്. ഈ നാരോ പാസേജിന്റെ പ്രത്യേകത എന്താണെന്ന് പറയുന്നത്, ഈ 2 ലാൻഡ് മാസിന്റെ ഇടയിൽ വരുന്നു എന്നുള്ളത് മാത്രമല്ല, 2 ഓഷ്യൻ, ഓക്കെ, സീ ആവാം ഓഷ്യൻ ആവാം, 2 കടൽ ഭാഗങ്ങളെ എന്ത് ചെയ്യുന്നുണ്ട്? ഇത് കണക്ട് ചെയ്യുന്നു, ജോയിൻ ചെയ്യുന്നുണ്ട്. അപ്പം ഇത്തരത്തിൽ 2 വലിയ സമുദ്രഭാഗങ്ങളെ കണക്ട് ചെയ്യുന്നു. അതേപോലെ 2 ലാൻഡ് പാർട്ടിന്റെ കോണ്ടിനെന്റ് ആവാം, കൺട്രി ആവാം, ആൻഡ് അതേപോലെ ഐലൻഡ് ആവാം. ഓക്കെ, അപ്പം ഇതിൻ്റെ ഇടയിൽ ലൊക്കേഷൻ വരുന്ന ഫീച്ചേഴ്സിനെയാണ് നമ്മൾ ഓഷ്യാനിക് സ്ട്രെയിറ്റ്സ് എന്ന് വിളിക്കുന്നത്. അപ്പം നമ്മുടെ ഓഷ്യൻസ്, മേജർ ഓഷ്യൻസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ എല്ലായിടത്തും ഓഷ്യാനിക് സ്ട്രെയിറ്റ് നമുക്ക് കാണാൻ സാധിക്കും. അപ്പം അത്തരത്തിലുള്ള ഒരു ഓഷ്യാനിക് സ്ട്രെയിറ്റിനെ പറ്റിയാണ് ചോദ്യം. സ്ട്രെയിറ്റ്സ് അല്ലെങ്കിൽ ചാനൽസ്, ഇതൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും, ബസ് കേട്ടിട്ടുണ്ടാവും. അപ്പം ഇവിടെ ചോദ്യം ഇതാണ്: ശ്രീലങ്ക ഇസ് സെപ്പറേറ്റഡ് ഫ്രം ഇന്ത്യ ബൈ എ നാരോ ചാനൽ ഓഫ് സീ കോൾഡ് ദ എന്താണ്? നമ്മുടെ ഇന്ത്യയും ശ്രീലങ്കയും എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ തൊട്ടില്ല എന്നുള്ള രീതിയിൽ ഒരു വാല് പോലെ നമുക്ക് ഇന്ത്യയുടെ ഭാഗത്ത് ശ്രീലങ്ക കാണാൻ സാധിക്കും അല്ലേ? അപ്പോൾ ഈ ഇന്ത്യൻ ഓഷ്യനിൽ ഇന്ത്യയും ശ്രീലങ്കയും കണക്ട് ചെയ്യുന്ന, അല്ലെങ്കിൽ അതിൻ്റെ ഇടയിലായിട്ട് വരുന്ന 2 വലിയ സമുദ്രഭാഗങ്ങളെ കണക്ട് ചെയ്യുന്ന, അതിൻ്റെ ഇടയിൽ ലൊക്കേഷൻ വരുന്ന ഒരു സ്ട്രെയിറ്റ് ഉണ്ട്. അതേതാണ്? മലാക്ക സ്ട്രെയിറ്റ് ആണോ, പാക് സ്ട്രെയിറ്റ് ആണോ, സുണ്ട സ്ട്രെയിറ്റ് ആണോ, ഒട്രാൻഡോ സ്ട്രെയിറ്റ് ആണോ? ഇത് എഗെയിൻ ഗ്രൂപ്പ് ഡിക്ക് 2022 ചോദിച്ചുള്ള ചോദ്യമാണ്. റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന ചോദ്യമാണ്. തിരിച്ചും മറിച്ചൊക്കെ ഇതിനെപ്പറ്റി ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിൻ്റെ ആൻസർ നിങ്ങൾ എന്ത് ചെയ്യണം? കമൻറ്റ് ബോക്സിൽ ഡ്രോപ്പ് ചെയ്യണം. അപ്പം അടുത്തൊരു വീഡിയോയിൽ മറ്റ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസുമായിട്ട് നമുക്ക് കാണാം. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇനി എക്കണോമിക്സ് ഡിസ്കസ് ചെയ്യാനുണ്ട്. അപ്പം അടുത്തൊരു വീഡിയോയിൽ കുറച്ചുകൂടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസുമായിട്ട് നമുക്ക് കാണാം. അപ്പം അതുവരെ ബൈ.